നമസ്കാരം. SGPSCയിലേക്ക് സ്വാഗതം. കേരള PSC എക്സാമായി LGS, LDC തുടങ്ങിയവയ്ക്കുള്ള പ്രിപ്പറേഷനാണ്. ഇതിലേക്ക് മോക്ക് ടെസ്റ്റ് നടത്തും. എന്ത് ലെവൽ നമ്മൾ തുടങ്ങാൻ പോകും. അപ്പോൾ ഇന്നത്തെ ടെസ്റ്റിൽ ഏകദേശം 50 അതിൽ 40 അതിന് കൂടുതൽ ഉറപ്പായും എന്ത് ലെവൽ എക്സാം ക്വാളിഫൈഡ് ആണ്. ക്വസ്റ്റ്യൻ നോക്കാം. പ്രശസ്ത തിരക്കഥാകൃത്തും സംവിധായകനുമായിരുന്ന സച്ചി 2020 അന്തരിച്ചു. അദ്ദേഹത്തിന്റെ പേര് KR സച്ചിദാനന്ദ്. ഇന്ത്യയുടെ അക്ഷാംശ വ്യാപ്തി അത് ഉത്തരം ഓപ്ഷൻ ബി 8 ഡിഗ്രി 4 മിനിറ്റ് 37 ഡിഗ്രി 6 മിനിറ്റ് നോർത്തിനും ഇടയില്. മൺസൂൺ എന്ന വാക്ക് ഏത് ഭാഷയിൽ നിന്നാണ് എടുത്തത്? ഓപ്ഷൻ എ അറബി. ഇന്ത്യയിലെ ഏറ്റവും പഴക്കമേറിയ ഭൂഭാഗം ഏതാണ്? അത് ഉപദ്വീപീയ വിദർഭം. ജിം കോർബറ്റ് നാഷണൽ പാർക്ക്, കോർബറ്റ് ദേശീയോദ്യാനം ഏത് സംസ്ഥാനത്താണ് നിർമ്മിച്ചിരിക്കുന്നത്? അത് ഉത്തരാഖണ്ഡ്. ദേശീയ മനുഷ്യാവകാശ കമ്മീഷണറെയും മെമ്പർമാരെയും ആ സ്ഥാനത്ത് നിന്ന് നീക്കം ചെയ്യാൻ അധികാരമുള്ളത് ആർക്ക്? അത് രാഷ്ട്രപതിക്ക്. പേശി പ്രവർത്തനങ്ങളെ ഏകോപിപ്പിക്കുന്ന മസ്തിഷ്ക ഭാഗം. 7ാമത്തെ ചോദ്യം. പേശി പ്രവർത്തനങ്ങളെ ഏകോപിപ്പിക്കുന്ന മസ്തിഷ്ക ഭാഗം സെറിബെല്ലം. ഉരുളൽ ഘർഷണം നിരങ്ങൽ ഘർഷണത്തെക്കാൾ 8ാമത്തെ ഉരുളൽ ഘർഷണം നിരങ്ങൽ ഘർഷണത്തെക്കാൾ കുറവായിരിക്കും. ഇന്ത്യയിൽ ഏറ്റവും ഉത്പാദനക്ഷമത കൂടിയ മണ്ണ് ഏത്? അത് എക്കൽ മണ്ണ്. ഏത് ഗവർണർ ജനറലിന്റെ കാലത്താണ് റവന്യൂ ബോർഡ് രൂപീകരിച്ചത്? വാറൻ ഹേസ്റ്റിങ്സ്. മണിയാർ സ്ഥിതി ചെയ്യുന്ന ജില്ല ഏതാണ്? പത്തനംതിട്ട. താഴെ പറയുന്ന കേരള മുഖ്യമന്ത്രിമാരുടെ ശരിയായ കാലഗണന തിരഞ്ഞെടുക്കുക. ഏതാണ്? ഓപ്ഷൻ ബി ആണ് 1, 2, 4. 2, 4. ഇന്ത്യൻ ഭരണഘടനയിലെ മൗലിക കടമകൾ, മാർഗനിർദ്ദേശക തത്വങ്ങൾ എന്നിവ ഏതെല്ലാം രാജ്യമാണ് കടമെടുത്തിട്ടുള്ളത്? മൗലിക കടമകൾ എവിടെയാണ് കടമെടുത്തിട്ടുള്ളത്? റഷ്യ. എവിടെയാണ് മാർഗനിർദ്ദേശക തത്വം? അയർലൻഡ്. ഓപ്ഷൻ 4. ഓപ്ഷൻ ഡി 4. ഡയബറ്റിസ് മെലിറ്റസ് എന്ന ജീവിതശൈലി രോഗം ഏത് ഹോർമോണിന്റെ അപര്യാപ്തത മൂലമാണ്? ഓപ്ഷൻ സി ഇൻസുലിൻ. മൈക്രോസോഫ്റ്റ് ആക്സസ് എന്ന ഉദാഹരണമാണ്. അത് ഒരു ഡേറ്റാബേസ് സോഫ്റ്റ്വെയർ ആണ്. അമേരിക്കൻ സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെട്ട സംഭവങ്ങൾ തിരഞ്ഞെടുക്കുക. ഏതൊക്കെയാണ്? പറയൂ. ഏതാണ്? മെർക്കന്റിലിസ്റ്റ് നിയമങ്ങൾ, കോണ്ടിനെന്റൽ കോൺഗ്രസ്, പാരീസ് ഉടമ്പടി. ഓപ്ഷൻ എ ആണ് 4. അടുത്തത് 17. ശരിയായ ജോഡികൾ തിരഞ്ഞെടുക്കുക. ഝാൻസി റാണി ലക്ഷ്മിബായി. 2. ലക്നൗ ബീഗം ഹസ്രത്ത് മഹൽ. കാൺപൂർ നാനാ സാഹിബ്. ഓക്കെ. ഫൈസാബാദ് മൗലവി അഹമ്മദ് ഖാ. കറക്റ്റ് ആയിട്ടുള്ള ഏതാണ്? കറക്റ്റ്. എല്ലാം ശരി. ഗരീബി ഹഠാവോ. അടുത്ത ക്വസ്റ്റ്യൻ. ഗരീബി ഹഠാവോ എത്രാമത്തെയാണ്? 5ാമത്തെ പഞ്ചവത്സര പദ്ധതിയാണ്. താഴെ തന്നിരിക്കുന്ന ജോഡികളിൽ ഏതാണ് ശരിയല്ലാത്ത ജോഡി? ഏതാണ്? മാർഗം കളിയാണ്. മാർഗം കളി തിരുവനന്തപുരം അല്ല. ഓക്കെ. അടുത്ത 20. താഴെ തന്നിരിക്കുന്ന ഏറ്റവും വേഗത കൂടിയ മെമ്മറി ഏതാണ്? ഏറ്റവും വേഗത ക്യാഷെ മെമ്മറി. ആദ്യ റെയിൽപാത കേരളത്തിൽ പ്രവർത്തനം ആരംഭിച്ച വർഷം ഏതാണ്? 1861 12. 1861 12-ാം തീയതിയാണ്. അല്ല, ജൂൺ അല്ല, സോറി, മാർച്ച് ആണ്. 1861 മാർച്ച് 12 ആണ്. 1861 മാർച്ച് 12 ആണ്. അടുത്തത് യവനപ്രിയ എന്നറിയപ്പെടുന്ന സുഗന്ധദ്രവ്യം ഏതാണെന്ന് വെച്ചാൽ മുളകാണ്.
മുളകാണ്. ഇരുമ്പിന്റെ ധാതു അല്ലാത്തത് ഏത്? അത് ഏതാന്ന് ചോദിച്ചാൽ ഏതാണ്? ഓക്സൈറ്റ് ആണ്. അടുത്തത് ലോക ജലദിനം. ലോക ജലദിനം എന്നാണെന്ന് വെച്ചാൽ മാർച്ച് 22 മാർച്ച് 22. ഓക്കെ. തൃതീയ മേഖല അറിയപ്പെടുന്ന മറ്റൊരു പേരാണ് ഏതാണ്? സേവന മേഖല. ഏതാണ്? സേവന മേഖല. ഓക്കെ. അടുത്ത പത്മശ്രീ ലഭിച്ച കേരളത്തിലെ ആദ്യ കായിക താരം ഏതാണ്? ആദ്യ കായിക താരം MD വത്സമ്മയാണ്. ഏതാണ്? MD വത്സമ്മ. താഴെ കൊടുത്തിരിക്കുന്നവയിൽ ഹരിതഗൃഹവാതകം ഏതാണ്? ഹരിതഗൃഹവാതകം ഏതാണ്? കാർബൺ ഡൈ ഓക്സൈഡ് ആണ്. ഏതാണ്? കാർബൺ ഡൈ ഓക്സൈഡ് ആണ്. മൊബൈൽ ചാർജ് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന രാസമാറ്റം എന്താണ്? രാസമാറ്റം. വൈദ്യുത ഊർജം എന്താവുന്നു? രാസോർജം ആയി മാറുന്നു. വൈദ്യുത ഊർജം രാസോർജമായി മാറുന്നു. സ്വാഭാവിക റബ്ബറിന്റെ ഗുണങ്ങൾ മെച്ചപ്പെടുത്തുന്നതിനായി അതിൽ ചേർക്കുന്ന പദാർത്ഥം ഏതാണ്? ആ പദാർത്ഥം? അത് സൾഫർ ആണ്. കോവിഡ് കാലത്ത് സാങ്കേതിക സൗകര്യങ്ങൾ പ്രയോജനപ്പെടുത്തി ടീച്ചേഴ്സ് ചാനൽ വഴിയും ഓൺലൈൻ മാധ്യമങ്ങൾ വഴിയും ക്ലാസുകൾ വീടുകളിൽ എത്തിച്ച പദ്ധതിയുടെ പേര് ഏതാണ്? ഫസ്റ്റ് ബെൽ. ഇന്ത്യയിൽ ആദ്യമായി കൊച്ചി മുസരിസ് ബിനാലെ നടന്ന വർഷം ഏതാണ്? അത് 2012. ഇനി ദേശീയ ഗാനം അംഗീകരിച്ചത് എപ്പോഴാണ്? ദേശീയ ഗാനം ഇന്ത്യൻ ഭരണഘടനാ നിർമ്മാണ സമിതി അംഗീകരിച്ചത് എന്നാണ്? 1950 ജനുവരി 24. ഇന്ത്യൻ ഭരണഘടനാ നിർമ്മാണ സമിതിയുടെ താൽക്കാലിക അധ്യക്ഷൻ ആരാണ്? സച്ചിദാനന്ദ സിൻഹ. ഭാഗികം എന്നതിന്റെ വിപരീത പദം ഏത്? ഭാഗികം സമഗ്രം. ഇന്ത്യയിൽ ഉദാരവൽക്കരണത്തിന് കാരണമായത് എന്താണ്? ഇന്ത്യയുടെ കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയും കടവും. ഉദാരവൽക്കരണത്തിന് കാരണമായത് ഇന്ത്യയുടെ കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയും കടവും ആണ്. അടുത്തത് ഹിന്ദുസ്ഥാൻ റിപ്പബ്ലിക്കൻ അസോസിയേഷൻ ആരാണ്? ബന്ധമില്ലാത്തത് ഉധം സിംഗ്. ബന്ധമുള്ളത് ചന്ദ്രശേഖർ ആസാദ്, ഭഗത് സിംഗ്, രാജ്ഗുരു. ചന്ദ്രശേഖർ ആസാദ് ബന്ധമുണ്ട്, ഉധം സിംഗ് ബന്ധമില്ല. ലോക അധ്യാപക ദിനം എന്നാണ്? ഒക്ടോബർ 5 എന്നാണ്? ഒക്ടോബർ 5. ഏതാണ് ഇവിടെ നൽകിയ ശരിയായ പദം? അത് പ്രക്ഷുബ്ധം. ഓപ്ഷൻ ബി ആണ്, പ്രക്ഷുബ്ധം. കേരളത്തിലെ പ്രാചീന കലകൾ കേരളത്തിലെ പ്രാചീന കലകൾ എന്ന പുസ്തകം രചിച്ചത് ആരാണ്? അമ്പലപ്പുഴ രാമവർമ്മ. ലോകത്തിലെ ആദ്യ ബഹിരാകാശ വിനോദസഞ്ചാരി അനൗഷേ അൻസാരി. സൂര്യപ്രകാശത്തിന്റെ സാന്നിധ്യത്തിൽ മനുഷ്യ ശരീരം സ്വയം സംശ്ലേഷിക്കുന്ന ജീവകം ഏതാണ്? വൈറ്റമിൻ ഡി. കോവിഡ്-19 ബന്ധപ്പെട്ട പ്രസ്താവനകൾ പരിശോധിച്ച് ശരിയായവ തിരഞ്ഞെടുക്കുക. ഇതിൽ കോവിഡ്-19 പകർച്ചവ്യാധി അല്ലെന്നാണ് എഴുതിയാണ്. കോവിഡ്-19 പകർച്ചവ്യാധി ആണ്. 2 ശരി. ജമ്മു കാശ്മീരിലെ പഹൽഗാമിൽ തീവ്രവാദികൾ നടത്തിയ ആക്രമണത്തിനെതിരായി ഇന്ത്യൻ സൈന്യം നടത്തിയ മിലിറ്ററി ഓപ്പറേഷൻ ഏതാണ്? ഓപ്പറേഷൻ സിന്ദൂർ ആണ്. കേരളത്തിലെ ഏറ്റവും ചെറിയ ജില്ല ഏതാണ്? ആലപ്പുഴ. ICC 2025 വനിതാ വേൾഡ് കപ്പിൽ ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിനെ നയിച്ച ക്യാപ്റ്റൻ ആരാണ്? അത് ഹർമൻപ്രീത് കൗർ. കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡുകൾ കരസ്ഥമാക്കിയ മനുഷ്യന് ഒരു ആമുഖം എഴുതിയത് ആരാണ്? എഴുതിയത്? സുഭാഷ് ചന്ദ്രനാണ്. എർത്ത് ഒബ്സർവേഷൻ സാറ്റലൈറ്റുകൾ EOS 2025 വിക്ഷേപിച്ചത് EOS 4 ആണ്. കാർബൺ ന്യൂട്രൽ കൃഷി
ഇനി പറയുന്നവയിൽ ഏതാണ് ഒരു ഗുഹാക്ഷേത്രം? ഏതാണ് ഗുഹാക്ഷേത്രം? അത് തിരുവഞ്ചിക്കുളം ക്ഷേത്രമാണ്. ഇന്ത്യൻ ഭരണഘടനയിൽ പഞ്ചവത്സര പദ്ധതികൾ എന്ന സങ്കല്പം ഏത് രാജ്യത്തു നിന്നാണ് നമ്മൾ കടമെടുത്തത്? അത് റഷ്യയിൽ നിന്നുമാണ് കടമെടുത്തത്. ഇതിൽ 45 മാർക്കോ അതിനു മുകളിലോ ഉണ്ടെങ്കിൽ മികച്ച സ്കോറായി കരുതുന്നു. താങ്ക് യു.